ഇന്നത്തെ അറിയിപ്പുകൾ. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഗ്രാം സ്വർണ്ണമോതിരം നൽകുന്ന പുതിയ ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ. TVKയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്ന തായ്മാമൻ തങ്കമോതിരം പദ്ധതിയാണ് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് പ്രഖ്യാപിച്ചത്. പദ്ധതികൾക്കായി പ്രതിവർഷം 755.83 കോടി രൂപ വകയിരുത്തുമെന്ന് സർക്കാർ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി CN അണ്ണാദുരൈയുടെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 15-ന് പദ്ധതി ഔദ്യോഗികമായി ആരംഭിക്കും. എന്നാൽ 2026 ജൂൺ 22 മുതൽ സർക്കാർ ആശുപത്രികളിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും പദ്ധതി മുൻകാല പ്രാബല്യത്തോടെ ലഭ്യമാകും. ഓരോ വർഷവും ഏകദേശം 4 ലക്ഷം കുഞ്ഞുങ്ങൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. പുതുതായി ജനിക്കുന്ന കുഞ്ഞിന് മാതൃസഹോദരൻ സമ്മാനവും അനുഗ്രഹവും നൽകുന്ന പാരമ്പര്യത്തിന്റെ പ്രതീകാത്മക രൂപമായാണ് സർക്കാർ ഈ പദ്ധതിയെ അവതരിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടുമുള്ള കരുതലിന്റെ അടയാളമായാണ് സർക്കാർ സ്വർണ്ണമോതിരം നൽകുന്നത്. പ്രഗ്നൻസി ആൻഡ് ഇൻഫന്റ് കോഹാർട്ട് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് ID ഉള്ളതുമായ അമ്മമാരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തും. റേഷൻ കാർഡ്, വോട്ടർ ID, ആധാർ കാർഡ്, ക്ഷേമ ബോർഡുകൾ നൽകുന്ന തിരിച്ചറിയൽ കാർഡ്, തപാൽ വകുപ്പിന്റെ വിലാസരേഖ, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയ്ക്കായി സമർപ്പിക്കേണ്ടി വരും. ഒന്നിലധികം പ്രസവിച്ച അമ്മമാർക്കും നിയന്ത്രണങ്ങളില്ലാതെ പദ്ധതി പ്രയോജനപ്പെടുത്താമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫൺ TV. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകളിലെയും മറ്റ് പ്രമുഖ ദേശീയ ആരോഗ്യ സ്ഥാപനങ്ങളിലെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും വിവിധ തസ്തികകളിലേക്ക് നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. 32 സ്ഥാപനങ്ങളിലായി 59 തസ്തികകളിലേക്കാണ് വിജ്ഞാപനം. 2595 ഒഴിവുകളുണ്ട്. ക്ലറിക്കൽ, പാരാമെഡിക്കൽ, ടെക്നിക്കൽ തസ്തികകൾ ഇതിൽ ഉൾപ്പെടും. തിരഞ്ഞെടുപ്പിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെ നടക്കും. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ടാകും. 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ബിരുദം, ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ടെക്നിക്കൽ, പാരാമെഡിക്കൽ തസ്തികകളിലേക്ക് ITI, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവ പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാം. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.aimsexams.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ജൂലൈ 3 ആണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ പെൻഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനും വിതരണം ചെയ്തു തുടങ്ങി. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്തു തുടങ്ങി. ആകെ 51.7 ലക്ഷം പേർക്കാണ് 2000 രൂപ വീതം പെൻഷൻ കിട്ടുക. ഇതിനായി 1080 കോടിയാണ് അനുവദിച്ചത്. ജൂലൈ 3-ന് മുമ്പ് വിതരണം പൂർത്തിയാക്കും. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകാനായി 128.59 കോടിയും സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചു. കർഷക തൊഴിലാളി പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വാർഷികകാല പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിതകൾക്കുള്ള പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് തുക എത്രയും വേഗം എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഉപാധികളോടെ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സുരക്ഷ അവഗണിച്ചുള്ളതും ശബ്ദം, വെളിച്ചം എന്നിവ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ മോഡിഫിക്കേഷനുകൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിൽ 100 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. മിതമായ പരിഷ്കരണങ്ങളാവാം, എന്നാൽ ശബ്ദവും വെളിച്ചവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള, തീ പറത്തുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ പാടില്ല. മോഡിഫിക്കേഷനുകൾ നടത്തുന്നവർ സ്വന്തമായി ഒരു പരിധി നിശ്ചയിക്കണം. തെറ്റുകളിൽ വലുത് ചെറുത് എന്ന് നോക്കാൻ കഴിയില്ലെന്നും മോഡിഫിക്കേഷൻ ചുമത്തേണ്ട ചാർജുകളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. വാഹനാപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കും. ടിപ്പർ ലോറികൾക്ക് സമയനിയന്ത്രണം ഏറ്റെടുക്കുന്നതിലും ഫലപ്രദം, പെർമിറ്റ് റദ്ദാക്കുന്നതും അടക്കമുള്ള കർശനമായ നടപടികളിലേക്ക് കടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.